പരമ്പരകൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ചില പോയിന്റുകൾ. ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഹദ്ദസന, നമ്മോട് പറഞ്ഞു. ഇവിടെ പറഞ്ഞതും ഹദ്ദസന, നമ്മോട് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് ഹദ്ദസനി, എന്നോട് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് അഖ്ബറനി, എന്നോട് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് സമിഅ, അദ്ദേഹം കേട്ടു, അദ്ദേഹം കേട്ടു എന്നാണ്. അപ്പൊ അവിടെ ആ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന് ഹദ്ദസന സുഫിയാൻ, ആദ്യം ഹദ്ദസന ഹുമൈദി, പിന്നെ ഹദ്ദസന സുഫിയാൻ, ഹദ്ദസന യഹ്യ ബിൻ സഈദ് അൽ-അൻസാരി, അഖ്ബറനി മുഹമ്മദ് ഇബ്രാഹിം അത്ത്-തൈമി അന്നഹു സമിഅ അൽഖമത്ത് ബിൻ അബി വഖാസ് അൽ-ലൈസി യഖൂൽ സമഅതു മിൻ ഖത്തബ റളിയല്ലാഹു അൻഹു. ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ പ്രധാനമായും 3 ശൈലിയാണ് പറയുക. ഒന്നുകിൽ ഹദ്ദസന എന്ന് പറയും, അല്ലെങ്കിൽ അഖ്ബറന എന്ന് പറയും, അല്ലെങ്കിൽ സമിഅതു എന്ന് പറയും. അത് 3 പ്രയോഗിക്കുന്ന സന്ദർഭങ്ങൾ വ്യത്യസ്തമുണ്ട്. ഹദ്ദസന പറഞ്ഞിടത്തൊക്കെ അഖ്ബറന പറയാൻ പറ്റൂല. ഹദ്ദസന പറയുന്ന എല്ലാ സ്ഥലത്തും അഖ്ബറന പറയാം. ഹദ്ദസന എന്ന് പറയും സാധാരണ ഉസ്താദിൽ നേർക്ക് നേരെ കേട്ടാൽ ഹദ്ദസന എന്ന് പറയാം. ഉസ്താദ് നേരെ ശിഷ്യന് പറഞ്ഞു കൊടുത്തു, ഉസ്താദിന് നാവില്ലെന്ന് ശിഷ്യൻ തന്റെ കാത് കൊണ്ടത് കേട്ടു. അത് നേർക്ക് നേരെ വ്യക്തിപരമായി പറയാം, ഇതേപോലെ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നു. ഇതിന് ഹദീസിന് സാങ്കേതിക ശബ്ദത്തിൽ ഹദ്ദസന എന്ന് പറയാം. കാരണം കുറെ ആൾ ഒന്നിച്ചിരിക്കുന്നു, അവിടെ പറയുന്നു, അവിടെ ഹദ്ദസന നേർക്ക് നേരെ കേട്ടു. ചിലപ്പോൾ നേർക്ക് നേരെ കേൾക്കാതെ എഴുതി കൊടുത്തയക്കും. ഉസ്താദ് ശിഷ്യന് ഒരു ഹദീസ് എഴുതി കൊടുത്തയക്കും. അപ്പൊ ശരിക്കും ഉസ്താദിനെ ശിഷ്യനോട് പറഞ്ഞത്, പക്ഷെ നേർക്ക് നേരെ ചുണ്ടിൽ നിന്ന് കേട്ടതല്ല. അവിടെയാണ് അഖ്ബറന എന്ന് ഉപയോഗിക്കുക. നേർക്ക് നേരെ ചുണ്ടെന്ന് കേട്ടതല്ലെങ്കിൽ അഖ്ബറന അല്ലെങ്കിൽ അഖ്ബറനി എന്നുപയോഗിക്കും. ഇനി നേർക്ക് നേരെ കേട്ടതാണെങ്കിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് സമിഅ, കേട്ടു. ഇമാം ബുഖാരി ഹദീസ് ഒന്നാമതായി കൊണ്ടുവന്നപ്പോൾ ഈ വൈവിധ്യങ്ങൾ കൂടി ഇതിന് കാരണമാണ്. ഒരു ഹദീസ് ഏതൊക്കെ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യും എന്നതിന് പ്രധാനമായും 3 മാർഗങ്ങൾ. ആ 3 മാർഗവും ഒരേ സനദിൽ വന്ന സനദാണിത്. എല്ലാ സനദിലും ഇങ്ങനെ 3 ഒപ്പം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇമാം ബുഖാരി ഒരു ഹദീസിനെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിൽ നിന്ന് ഗ്രഹിക്കാവുന്ന എല്ലാ മസലയും അദ്ദേഹം കണ്ടെത്താറുണ്ട്. എന്നിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്വഹീഹ് ബുഖാരി ഈ ഹദീസ് 7 സ്ഥലത്ത് വന്നു. എന്തിനാ 7 സ്ഥലത്ത് കൊടുത്തത്? 7 സ്ഥലത്ത് കൊടുത്ത് 7 വിഷയങ്ങൾ പഠിപ്പിക്കാനായിരിക്കും. 7 സ്ഥലത്ത് ഇമാം ബുഖാരി കൊടുക്കുന്നത് 7 വിഷയങ്ങൾ പഠിപ്പിക്കാനാണ്. ഒന്നാമതായി കൊടുത്തത് നിയ്യത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കാനാണ്. ഇനി ഈ ഹദീസിൽ നിന്ന് എന്തൊക്കെ വിഷയങ്ങൾ ഗ്രഹിക്കാൻ കഴിയുമോ അവിടെയൊക്കെ ഈ ഹദീസ് ഇമാം ബുഖാരി ഇങ്ങനെ ആവർത്തിച്ചു കൊടുക്കും. പക്ഷെ അവിടെ ഹദീസ് പണ്ഡിതന്മാർ ചെയ്യുന്ന ചില രീതികളുണ്ട്. രണ്ടാമത് കൊടുക്കുമ്പോൾ ഇതല്ലാത്ത സനദ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും. ഒന്നാമത് സനദ് കൊടുത്തു, രണ്ടാമത് കൊടുക്കുമ്പോൾ ഇതല്ലാത്ത വേറെ സനദ് ഹദീസിനുണ്ടെങ്കിൽ അത് കൊടുക്കും. അപ്പൊ എന്താ, ഈ ഒരു ഹദീസ് 2 സനദ് അവിടെ പഠിപ്പിക്കാൻ പറ്റി. മൂന്നാമത് കൊടുക്കുമ്പോൾ മൂന്നാമത് സനദ് ഉണ്ടെങ്കിൽ അതാണ് കൊടുക്കുക. ഇനി അങ്ങനെ വ്യത്യസ്ത സനദ് ഇല്ല എങ്കിൽ ഇതിലെ ടെക്സ്റ്റ് മദ്നിൽ ചെറിയ വാക്ക് വ്യത്യാസമുള്ള വേറെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് കൊടുക്കും. അപ്പൊ സനദ് ഒന്നേ ഉള്ളൂ, പക്ഷെ വ്യത്യസ്ത മദ്ന് വന്നിട്ടുണ്ട് എന്ന് പഠിപ്പിക്കാൻ. ഇങ്ങനെ ഓരോ അധ്യായത്തോടും യോജിക്കുന്നതാണ് അവർ ഈ ഹദീസ് കൊണ്ടുവരാറുള്ളത്. അപ്പൊ ഇവിടെ സനദിലും കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇമാം ബുഖാരി ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം മദ്നിലും വ്യത്യസ്തമായ വിഷയങ്ങൾ ഇമാം ബുഖാരി പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് 7 സ്ഥലത്ത് ആവർത്തിച്ച്